ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക കല്യാണ ലുക്ക് റീക്രിയേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൂടെ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സാരി ആദ്യമായിട്ടാണ് ഉടുക്കാൻ പോകുന്നത്. രണ്ടാം സാരി വന്നിട്ട് ഞാൻ പ്രഗ്നൻസി ടൈമിൽ 9th മന്ത് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് 7th മന്ത് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് 5 വർഷത്തിന് ശേഷം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാരി, അതായത് കെട്ടുമ്പോൾ കല്യാണ സാരി വന്നിട്ട് കല്യാണത്തിന് ഉടുത്തതിന് ശേഷം ഞാൻ പിന്നെ എവിടേക്കും യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിത് ഉടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ 26th, അതായത് റിപ്പബ്ലിക് ഡേയുടെ അന്ന്. അപ്പോൾ നമ്മൾ ആ ദിവസം വെച്ച് തന്നെ മറന്നു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ആർക്കും മറന്നു പോയില്ലല്ലോ, അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 5th വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോയും കൂടെ ആവാം. എനിക്കൊരു ആഗ്രഹം ഈ ഒരു സാരി ഉടുക്കണമെന്ന്. പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുക്കാൻ അറിയില്ല. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സാരിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഒരു റഫായിട്ടുള്ള ആ ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്കറിയില്ല ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. ഇത് അന്ന് ഉടുത്ത് തന്ന ബ്യൂട്ടീഷ്യൻ ചേച്ചി വരെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്ത് സാരിയാണ് എന്നുള്ള മാതിരി. അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഒരു റഫായിട്ടുള്ള മെറ്റീരിയൽ. എനിക്ക് മുക്കിയാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഈ പട്ടൊക്കെ വന്ന കാരണം കൊണ്ട് അത്രയും ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഉടുക്കുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. അതായത് ഉടുത്ത് നോക്കാൻ ഞാൻ ട്രൈ ചെയ്തിരുന്നു, അപ്പോൾ ഒന്നും പറ്റണില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുണ്ട് കാര്യം. പിന്നെ ഇവിടെ അമ്മയില്ല. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തത് അമ്മ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മയെ കൊണ്ട് ഉടുപ്പിക്കാം. അമ്മ നല്ല നീറ്റായിട്ട് ഉടുത്തരും കേട്ടോ. പക്ഷേ ആള് അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് അമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടു വന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ 26th മുന്നേ ഈ ഒരു വീഡിയോയും എടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എടുക്കാം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഞാൻ ഈ സഞ്ചി ഇടാക്കട്ടെ. നല്ല റെഡ് കളറാണ് കേട്ടോ. റെഡ് ചിരിക്ക് അവൻ താഴത്തുനിന്ന് പൊക്കി കാണിച്ചു തരാം. നല്ല റെഡ് കളറാണ്, ചില്ലി റെഡ് എന്നൊക്കെ പറയാം. അത്രയും ഭയങ്കര റെഡ് കളറാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് റെഡ്. അപ്പോൾ ആ സമയത്ത് അന്ന് കോമൺ ആയിട്ടുള്ള ഒരു കളറാണ്. പക്ഷെ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുത്താമ്പുള്ളിയിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുത്താമ്പുള്ളി നമുക്ക് എന്താ പറയുക സെറ്റ് മുണ്ടുകളും എല്ലാം എടുക്കാൻ പോയ സമയത്ത് അന്ന് അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ വലിയ കോസ്റ്റ് ഇതിലേക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അറിയാം, ഇതിപ്പോൾ നല്ല പൈസ ഉള്ള സാരി ഉടുത്താലും അല്ലെങ്കിൽ വില കുറഞ്ഞ സാരി ഉടുത്താലും പിന്നീട് അത് യൂസ് ചെയ്യാനൊന്നും പോകണില്ല. അപ്പം നമ്മൾ വെറുതെ അതിലേക്ക് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് സാധാ ഒരു കല്യാണ സാരി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് അങ്ങനെ ഉടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് അത്ര മാത്രം ഒരു മാരേജ് ലുക്ക് റീക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവലിലേക്കൊന്നും എത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് ഉടുത്തിട്ട് ഒന്ന് ഒരുങ്ങുക, അത്രേ ഉള്ളൂ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കാം, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി, റെഡ് കളറ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ കുറേ വർക്കും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഹാഫ് കൈ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് പിശുക്കിയായത് കാരണം കൊണ്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെ അധികം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. വെറുതെ സാരിയിലേക്കും ബ്ലൗസിലേക്കും അല്ലെങ്കിൽ ഡ്രസ്സുകളിലേക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സിമ്പിളായിട്ടൊരു മോഡൽ അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് സാരി. രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് ഈ പച്ച ഇവിടുന്ന് എടുത്ത് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇത് എടുത്തപ്പോൾ വിചാരിച്ചു റെഡ് ആയിരിക്കും ഉടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുകയെന്ന്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സാരി മാറ്റുമ്പോഴാണ് ഇത് ഉടുത്തത്. ഇത് ഉടുത്തപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഈ റെഡ് സാരി ഉടുത്തിട്ട് വലിയ ഭംഗി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ ഈ പച്ച സാരി ഉടുത്തപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇത് ഒരു കിളിപ്പച്ച കളറാണ്. കിളിപ്പച്ചയിൽ ഇങ്ങനെ ഗോൾഡൻ വർക്ക് വന്നിട്ട്. അപ്പോൾ ഇതാണ് സാരി. ഇത് ഇങ്ങനെ തിരിച്ച് മടക്കിയേക്ക് കേട്ടോ. പുറം തിരിച്ചിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഇത് ഫുള്ള് വർക്കാണേ. അയ്യോ, ഞാൻ പിന്നെ ഇത് നോക്കിയിട്ടില്ല കേട്ടോ. അന്ന് അങ്ങനെ ഉടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചതാ. ഇത് കണ്ടോ, ഫുള്ള് വർക്കാ. ഈ ബോഡി ഫുള്ള് ഒന്നിടപെടാതെ ഈ ഒരു ചില്ലും കല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെ പഴയ മോഡൽ തന്നെയാണ്, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. എൻ്റെ സാരീനെ വെച്ച് നോക്കുമ്പോൾ റെഡിനേക്കാൾ
എനിക്ക് അന്നത്തെ ആ ഒരു ലുക്കിൽ നല്ല ചേർച്ച ഉണ്ടായിരുന്നു ഈ പച്ച. ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഉടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞതാണ്, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അതുപോലെ സാരിയുടെ അവസ്ഥ എങ്ങനെയാണ്, പിന്നെ എനിക്ക് മേക്കപ്പ് എന്ന് പറയുമ്പോഴും ആ ഒരു ബേസിക് നമ്മളൊരു ബേസ് ലെവൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ ഒരു സംഭവം അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം വാചകം അടിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് ഈ പച്ച കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡിലേക്ക് ഒരുപാട് പണിയുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡ് എനിക്ക് മോൾ ഭാഗം മാത്രമേ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തോന്നുന്നു. താഴത്തേക്കൊന്നും പിടിച്ചിട്ട് കിട്ടണില്ല എനിക്ക് ആ സാരി വന്നിട്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ നന്നായിട്ട് എടുക്കാൻ പറ്റുമല്ലോ, പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് പച്ച കൊടുക്കാം, നേരെ തല തിരിഞ്ഞു കൊടുക്കാം. അതായത് ഫസ്റ്റ് പച്ച പിന്നെ റെഡ്, അങ്ങനെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ഉടുത്തിട്ട് വരാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പം അതേ ഒരു വിധത്തിൽ സാരി ഉടുത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട് മോൾ ഭാഗമൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ ഉടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പിടി കല്ലാട്ടോ, ഫുള്ള് സ്റ്റോണാണ്. ഫുൾ ബോഡി ഫുൾ സ്റ്റോണാണ്. ഇത് പഫുള്ള ബ്ലൗസാണ് ഇവിടെ തയ്ച്ചത്. എനിക്ക് പഫുള്ള ബ്ലൗസുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കല്യാണ സാരി, എൻ്റെ അവിടുത്തെ റെഡ് സാരിയിൽ മാത്രം ശിവ മിണ്ടാതിരിക്കേ, എൻ്റെ അവിടുത്തെ റെഡ് സാരിയിൽ മാത്രം അത് തയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. പിന്നെ അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു. പിന്നെ ഉടുത്തു വന്നപ്പോൾ കുറച്ച് വാല് കുറഞ്ഞു പോയി. എന്തായാലും കുഴപ്പമില്ല. ഫുൾ സൈസ് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഇത്ര സൈസേ കാണുന്നുള്ളൂ. അത്രമാത്രം വൃത്തിയായിട്ടില്ല, അതെനിക്ക് അറിയാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഇതാണ് എൻ്റെ സാരി ഉടുക്കൽ. ഇങ്ങനത്തെ സാരിയുണ്ട് പ്രത്യേകിച്ച്. അപ്പൊ നമുക്കിനി മേക്കപ്പ് ചെയ്യാം, മേക്കപ്പിലോട്ട് കിടക്കാം. ഒതുങ്ങിയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ മിറർ ഉണ്ട്, അതിൽ നോക്കിയിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൽ കാണാമെന്ന് വിചാരിക്കുന്നു. മേക്കപ്പിന് പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഇതൊക്കെ പോകണം. ഇങ്ങനെ വെക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കൊണ്ണാടി ഒന്നുകൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. എൻ്റെ സ്ഥിരമുള്ള ഫെയർ ആൻഡ് ലവ്ലി ഐലൈനർ അങ്ങനത്തെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ഒരു മോഹം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊന്നല്ലോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേറെ ആരും ഇല്ല എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. കല്യാണത്തിൻ്റെ അന്നൊക്കെ നല്ല പുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാഭാവികമാണല്ലോ. പക്ഷെ അത്രയും പുട്ടി ഒന്നാമത്തെ എന്റെ കയ്യിലിടാനുള്ള ഇല്ല. ശിവുവിനെ നമ്മൾ കല്യാണം വിളിച്ചിരുന്നില്ല, എല്ലാ കുട്ടികളെയും പോലെ. അയ്യോ തുറക്കല്ലേ. എനിക്ക് കാണാനില്ല. നമ്മുടെ ബേസ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ബേസ്മെന്റ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് എല്ലാം ചെയ്തു വരുമ്പോ ഒരു ആനച്ചന്ത ഉണ്ടാവും. അത്ര ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ റെഡ് ലിപ്സ്റ്റിക് ആയിട്ട് കൊടുക്കാം. ഇത് മാത്രല്ല, ഇത് ഓറിഫ്ലെയിമിന്റെ ആണ്. ചില്ലി റെഡ് ആണ്, ബ്രൈറ്റ് റെഡ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഷെയ്ഡ് പറയുന്ന മാതിരി തന്നെ നല്ല ബ്രൈറ്റ് ആണ്. കുറച്ചുകൂടെ ഇട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓറഞ്ച് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ശരിക്ക് ഈ റെഡ് നല്ല റെഡാണ്. ഈ റെഡ് തന്നെയാ കേട്ടോ. എനിക്കൊരു ഓറഞ്ച് ഫീൽ ചെയ്താ. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ എൻ്റെ സ്ഥിരമുള്ള ഇൻസൈറ്റിന്റെ ഏതായിരുന്നു, ജോയ്ഫുൾ.
ഒരു വേറൊരു രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേറൊരു കളറിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഇനി വന്നിട്ട് കണ്ണെഴുതാം. സാധാരണ ഐടെക്സിന്റെ ഐലൈനർ തന്നെ ഉണ്ടായിരുന്നത്. ഇത് പ്ലമ്മിന്റെ എനിക്കൊരു കൊളാബായിട്ട് വന്നത് കേട്ടോ. നല്ല സംഭവമാണ്. പ്ലമ്മിന്റെ ഓൾ ഡേ വിയർ കാജൽ. നല്ല ഡാർക്കർ ആയിട്ടിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത്രേ ഉള്ളൂ കണ്ണിന്റെ കാര്യം. പിരികം സ്ഥിരമുള്ള മാതിരി തന്നെ ഏതോ ഒരു പേരറിയാത്ത ഐബ്രോ പെൻസിൽ. ഞാൻ എന്നെ നോക്കണുണ്ടോ? ഇത്രേ ഉള്ളൂ. നമുക്കിനി ഒരു പൊട്ട് വയ്ക്കാം. പച്ച സാരി അല്ലേ, അപ്പൊ പച്ച പൊട്ട് വയ്ക്കാം. അയ്യോ, ഐ ഷാഡോ കുറച്ചിട്ടോ. കുറച്ച് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറയുന്ന മാതിരി നന്നായിട്ട് അറിയണ്ടല്ലേ. കുഴപ്പമില്ല, വീട്ടിലിരിക്കാൻ ഒരു പച്ച പൊട്ട് വെച്ച് കൊടുക്കാം. വെയിറ്റ്. അതിനുശേഷം വീഡിയോ ഓണാക്കാൻ മറന്നു ഗേസ്. ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പച്ച പൊട്ടാണ്, വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൊത്തത്തില്. മസ്കാര കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാധനമൊക്കെ അതാ പോകുന്നു. അഡ്ജസ്റ്റ്മെന്റ്, ഫുൾ അഡ്ജസ്റ്റ്മെന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വരാത്ത നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മുടി കെട്ടലാണ്. മുടി കെട്ടണം, ആടയാഭരണങ്ങൾ അണിയണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി കിട്ടുമോ? അതായത് കണ്ണടിയിൽ കാണുമ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാൻ അതിനെ തന്നെ പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഓർണമെന്റ്സ് കാണിച്ചു തരാം. അതായത് ഞാൻ ഇതിനു വേണ്ടി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് വെച്ച് നോക്കാം. ഇതിൽ ഫുള്ള് കാണാല്ലേ അല്ലേ? പക്ഷേ ഇത് മറ്റേ ഹൊറിസോണ്ടൽ ടൈപ്പ് എടുത്തു കഴിഞ്ഞാലേ, അല്ല സോറി, വെർട്ടിക്കൽ ടൈപ്പ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹൊറിസോണ്ടൽ ടൈപ്പ് എടുക്കുന്ന സമയത്താണെങ്കിൽ ഫുള്ള് കിട്ടണില്ല, അങ്ങനെ പ്രശ്നം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ്, അയ്യോ, ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ് ഫ്രം അഡാട്ട്. അതായത് അമ്മാവൻ്റെ, എൻ്റെ അമ്മാവൻ്റെ മക്കളുണ്ടല്ലോ, അമ്മൂമാളു, അവരുടെ ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കമ്മലുകൾ എൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ടാവുള്ളൂ. മാലകളൊന്നും അങ്ങനെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പൊതുവെ. അത് കാരണം കൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ കാണിച്ചു തരാം, ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അവരുടെയാണ് കേട്ടോ. ഇത് ഒരു മാല, ഇതൊരു ബ്ലൂ കളറാ, അപ്പൊ നമുക്കത് ചേരില്ല. പിന്നെ ഒരെണ്ണം ഇത് പിന്നെയും കുഴപ്പമില്ല, മാച്ചിങ് ആണ്, നമുക്ക് വെച്ച് നോക്കാം. പിന്നെ ഒരെണ്ണം ഇത് നല്ല രസം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരെണ്ണം, അതാണ് 3 മാലയാണ് അതുള്ളത്. പിന്നെ ഒരു വലിയ മാല, ഇതൊക്കെ അവരുടെ തന്നെയാണ് കേട്ടോ. നല്ല രസമായിട്ടോ കാണാൻ. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം. ഒരു മിനിറ്റ് ശിവു, ഇതുണ്ടോ, ഇങ്ങനെ ഒരു മാലയാണ് കേട്ടോ. ഇതും അവരുടെ തന്നെയാണ്. ലക്ഷ്മി മാല മാതിരിയൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 1000 എന്തായാലും എബോ ഉണ്ട്. അതിന് മേലെ, അതൊക്കെ മേലെയാണെങ്കിലേ ഉള്ളൂ എന്ന് പറയില്ലേ. ഇതാണ് നെക്സ്റ്റ് മാല. പിന്നെ ഇതതിന്റെ കമ്മല് നല്ല വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര വെയിറ്റ് ആണ്. നല്ല ഭംഗിയാ കാണാൻ കമ്മല്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാലകള് വരുന്നത്. പിന്നെ ഒരു നെറ്റിച്ചുട്ടി, ഇത് ഇങ്ങനെ ആ മാലയ്ക്ക് മാച്ചായിട്ടാ, വലിയ മാലയ്ക്ക് മാച്ചായിട്ടുള്ള മാതിരിയാണ് കേട്ടോ. ഇങ്ങനെ കല്യാണ ലുക്കല്ലേ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ സാധനമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചു കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ വരും. ഓക്കെ. അപ്പൊ എന്റെ കല്യാണത്തിന് എനിക്കുണ്ടായിരുന്ന നേർവകച്ചിൽ എടുത്തിട്ടുള്ള ഒരു മോഡലാണ്.
ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. പക്ഷെ എനിക്ക് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തൊന്നും അങ്ങനെ വലിയ ഇഷ്ടമായില്ല. മേക്കപ്പ് ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഭംഗിയായിട്ട് തോന്നിയില്ല എന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഇതാണ് മൊത്തത്തില് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അത് നമുക്ക് മുടി കെട്ടാം. മുടി കെട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. അതിന് മുന്നായിട്ട് ഇത് ഇങ്ങനെ ഒരു കുറച്ച് പൂവ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാണുമ്പോഴും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് പൂവ്. ഇത് പക്ഷെ ഫുള്ളായിട്ടൊന്നും വെക്കാനില്ല, വെറുതെ ഒരു പൂവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് മാത്രം. ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ടൈം കിട്ടിയില്ല. അപ്പൊ ഇതൊരു 25 രൂപ എന്തോ വന്നിക്കണത്. ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമാണ് കാണാൻ. നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ അപ്പൊ നമുക്ക് മുടി കെട്ടാം. ഇനി അധികം പറഞ്ഞു നിൽക്കണം. ചിരിച്ചിരിക്കുകയാണ്. ഞാനും വെറുതെ ഫ്രണ്ട് ഇങ്ങനെ വെറുതെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. മുടി പിന്നിട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ബാക്ക് പ്രസക്തി ഇല്ല, ഫ്രണ്ട് മാത്രമാണ് എനിക്ക് പ്രസക്തി ഉള്ളൂ. നമുക്ക് എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ മുല്ലപ്പൂയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നീളമുള്ള മുടിയില്ലാത്ത കാരണം കൊണ്ട് ഈ സാധനം വയ്ക്കാം. മേലെ കിട്ടിട്ട് വെച്ച് നോക്കാം ആദ്യം. ഇത് മതിയായിരിക്കില്ല, അതിന് കത്തിയില് പാടം കൂടും അതിലുണ്ട്. ഹെവിയാണ്. ഇത്രേ ഉള്ളൂ. പേരിക്കണം. സിമ്പിളാണ്. ഇതാണ് പച്ചസാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. വേറെ ഹെവി പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊരു ആഗ്രഹം, ഒരു മോഹത്തിന് അങ്ങനെ ഒരുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെഡ് സാരി നോക്കാം. പക്ഷെ പച്ചസാരിയുടെ ഒരു വിധത്തിൽ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം ടയേർഡായിട്ടോ. വേറെ ഒന്നുമല്ല, ഇത് മാത്രമല്ലല്ലോ, ബാക്കിൽ ശിവു ഇങ്ങനെ ഓരോ ബഹളം വെക്കുന്നുണ്ട്, ഓരോന്ന് വേറെ ചെയ്യുന്നുണ്ട്. ക്യാമറ ഓഫ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് തുടങ്ങി ഒരു 7:30-8 മണി വരെ ഈ ഒരു പ്രക്രിയ നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പം അത്രയും കൂടെ ആവേശം രണ്ടാമത്തെ സാരിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ തുടങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ആ ലുക്ക് കണ്ടു, ഈ ലുക്ക് കണ്ടു. ഇനി നമുക്ക് റെഡ് സാരിയുടെയും കൂടെ നോക്കാം. റെഡ് സാരിയുടെ ഞാൻ ഫുള്ള് ഉടുക്കണില്ല, അവിടെ വരെ മാത്രം വെച്ചിട്ട് നോക്കിയേക്കാം. റെഡ് സാരി ബ്യൂട്ടിപ്പെട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. റെഡ് സാരി താഴത്തേക്കൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ശരി കൊടുത്തിട്ടില്ല.
അച്ഛനെ കൊണ്ട് പിടിച്ചു. ഒതുങ്ങിയിരിക്കും. അപ്പം നമ്മുടെ റെഡ് സാരി ഉടുത്തിട്ടുള്ള മൊത്തത്തിലുള്ള ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നി, മീൻസ് ഈ വീഡിയോയിൽ കാണുന്ന സമയത്താണെങ്കിലും ഈ ഇത് ഉടുത്ത സമയത്താണെങ്കിലും തോന്നിയത് റെഡാണ് കുറച്ചുകൂടെ എനിക്ക് മുഖത്തേക്ക് ഇപ്പോൾ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് ഗ്രീൻ ഉടുത്തപ്പോഴായിരുന്നു കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയൂ. ഈ സാരിയാണോ അതോ ഗ്രീൻ സാരിയാണോ ഭംഗി എന്നുള്ളത് വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ റെഡ് എന്ന് പറയുമ്പം അത്ര ഹെവി ഒന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കല്യാണത്തിന് ഉടുത്തേ പിന്നെ അത് ഉടുത്തിട്ടില്ല, അങ്ങനെ എടുത്ത് വെച്ചതാ. നോക്കുമ്പം അത്രമാത്രം ഒരു എന്താ പറയുക, ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പ് അല്ല. ഉടുത്ത് വന്നപ്പോഴാണ് എനിക്കത് തോന്നിയത്. ഉടുക്കറിയാത്ത എനിക്ക് വരെ അത് കുഞ്ഞിതായിട്ട് ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടുക്കാൻ അറിയുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഉടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു റെഡ് ഉടുത്തപ്പോൾ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് റെഡ് ഉടുത്തിട്ടുള്ള ആ ഒരു ലുക്കാണ് സൈഡിൽ ഞാൻ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ ആണോ അതോ റെഡ് ആണോ എനിക്ക് മാച്ച് ആവണേ, അല്ല മീൻസ് മാച്ച് പോലെ തോന്നുന്നതെന്നുള്ളത് ഒന്ന് പറയാം. ഗ്രീൻ ഞാൻ പിന്നെ ഉടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. റെഡാണ് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.